പ്രൈസ് ദി ലോർഡ്. ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അഥവാ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭ, ചുരുക്കി പേരിൽ TCLJC എന്ന് അറിയപ്പെടുന്ന ഈ ക്രിസ്തീയ ആത്മീയ കൂട്ടായ്മയുടെ ഒരു കൺവെൻഷൻ ഈ മാസം 13-14 തീയതികളിൽ കോട്ടയത്ത് മാങ്ങാനത്തുള്ള പാലൂർപ്പടിയിൽ ഉള്ള ക്രൈസ്തവ ആശ്രമത്തിൽ വെച്ച് നടത്തുവാൻ കർത്താവിൽ തീരുമാനിച്ച് അതിനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം നിങ്ങളെ ഇന്ന് രാത്രിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അഥവാ TCLJC എന്ന ചുരുക്കപ്പേരിലുള്ള ഈ ക്രിസ്തീയ ആത്മീയ കൂട്ടായ്മ എന്ന് വെച്ചാൽ, ആദിമ ക്രൈസ്തവ സഭയുടെ മാതൃകയിലും ഉപദേശ വിശുദ്ധിയിലും ജീവിത വിശുദ്ധിയിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ സാക്ഷ്യമുള്ള ജീവിതത്തോടെ കർത്താവിന്റെ വരവിന് മുന്നോടിയായി പ്രത്യാശയുള്ള ഒരു ചെറിയ കൂട്ടത്തെ ഒരുക്കുക എന്നുള്ളതാണ് ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ കൂട്ടായ്മയുടെ പ്രാഥമികമായ ലക്ഷ്യം. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്തു സഭയും ഇന്ന് നൂറുകണക്കിന് പേരുകളിൽ വിവിധ പേരുകളിലും ബ്രാൻഡുകളിലും കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത്, ബ്രദറൻ, ബാപ്റ്റിസ്റ്റുകൾ വരെയും നീണ്ടുകിടക്കുന്ന ചെറുതും വലുതുമായ അനേക സഭകൾ ഉണ്ടെങ്കിലും ആദിമ സഭയുടെ ഉപദേശമോ ജീവിത വിശുദ്ധിയോ കൂട്ടായ്മയോ ഐക്യമോ സഹകരണമോ സഹായമോ ഒന്നും ഈ കൂട്ടായ്മകളിലില്ല. അപ്പോൾ സഭകൾ വളർന്നപ്പോൾ അതിൽ നിന്ന് സ്നേഹവും വിശുദ്ധിയും വിശ്വാസവും പ്രത്യാശയും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ ഇരിക്കരുത്. ഇന്ന് ദൈവത്തിന്റെ വചനം നാം ശ്രദ്ധയോടെ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. കർത്താവിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് അവരോടൊപ്പം മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ പുറപ്പെടും. ഈ കർത്താവിന്റെ സഭയെ ചേർക്കുവാനുള്ള ഈ മധ്യാകാശ വരവിനെ സംബന്ധിച്ച് വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ലും 1 തെസ്സലോനിക്കർ 4-ലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. എനിക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവ് 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിച്ച, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം ഇല്ലാതിരുന്ന, പരസ്പര സ്നേഹവും കൈത്താങ്ങും കൂട്ടായ്മയും ഉണ്ടായിരുന്ന പ്രാദേശിക സഭകളിൽ ഉണ്ടായിരുന്ന ക്രിസ്തു വിശ്വാസത്തിൽ നിദ്ര പ്രാപിച്ച അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇന്ന് ജീവിത വിശുദ്ധിയോ വചന വ്യവസ്ഥയോ പാലിക്കാത്ത ആളുകൾ അവരോടൊപ്പം രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ കർത്താവ് അനീതിയുള്ള ദൈവം എന്ന് പറയേണ്ടി വരും. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് ഉപദേശത്തിൽ വെള്ളം ചേർക്കാതെയും ജീവിത വിശുദ്ധി സൂക്ഷിക്കുകയും ഉള്ളവനും ഇല്ലാത്തവനും നിറത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ പദവിയുടെയോ പണത്തിന്റെയോ ബാങ്ക് ബാലൻസിന്റെയോ ഒന്നും വ്യത്യാസം കൂടാതെ അന്യോന്യം കൈത്താങ്ങാകുന്ന ഒരു ശരീരത്തിന്റെ അവയവങ്ങളെ പോലെ വർത്തിക്കുന്ന ഒരു കൂട്ടായ്മ ലോകത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കത്തോലിക്ക സഭ വിട്ട് വിശ്വാസ മാർഗത്തിലേക്ക് വരുമ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ദർശനമാണ് കഴിഞ്ഞ 4-5 വർഷമായി ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന പേരിൽ ഇന്ന് ഒരു കൺവെൻഷൻ നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താണ് ഈ കൂട്ടായ്മയുടെ പ്രാഥമിക ഉദ്ദേശം? യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്താൽ ഒരുക്കപ്പെട്ട നിത്യരക്ഷയെയും പാപമോചനത്തെയും നിത്യജീവനെയും സംബന്ധിച്ചുള്ള സുവിശേഷ സത്യവും വിശ്വാസവും ആദിമ ക്രൈസ്തവ സഭയിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം, മാനസാന്തരം, പാപമോചനം, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചന സ്നാനം, വിശുദ്ധന്മാരുടെ ഐക്യവും പരസ്പര സ്നേഹത്തിലുള്ള നിസ്വാർത്ഥ കൂട്ടായ്മയും കർത്താവിനെ വരവിനെ സംബന്ധിച്ചുള്ള തികഞ്ഞ പ്രത്യാശയും തിരിച്ചറിവും എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം.
ഇതിന് വേണ്ടി 2019 ഞങ്ങൾ ആരംഭിച്ച ഒരു വാട്സാപ്പ് ഗ്രൂപ്പും പിന്നീട് കഴിഞ്ഞ 3 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന JCNDSD എന്ന പേരുള്ള ഒരു യൂട്യൂബ് ചാനലും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പും ഞങ്ങൾക്കുണ്ട്. 2300ഓളം ഉപദേശ സത്യങ്ങളെ സംബന്ധിച്ചും യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചുമുള്ള പ്രസംഗങ്ങൾ നിങ്ങൾക്ക് വീഡിയോകളായി, ചർച്ചകളും സംവാദങ്ങളുമായി JCNDSDയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കർത്താവ് തന്റെ കാന്തയായ സഭയെ ചേർക്കുവാൻ വാനമേഘ വരും, അതിനി അധിക താമസമില്ല എന്നുള്ള സത്യം ഇന്നത്തെ കാലത്തിന്റെ രീതികളും വ്യവസ്ഥകളും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിന്റെ തിരുവെഴുത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി ഈ തലമുറയിൽ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഇനിയും വൈകുമെന്നും ലോകം ഇന്നുള്ള വ്യവസ്ഥയിൽ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവവചനത്തെ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട കാലങ്ങളെയും വ്യവസ്ഥകളെയും തിരിച്ചറിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഉപദേശ വിശുദ്ധിയോ ജീവിത വിശുദ്ധിയോ പരസ്പര സ്നേഹമോ ഐക്യമോ പ്രത്യാശയോ ഇന്ന് ഏതെങ്കിലും സഭകളിൽ കാണാൻ കഴിയുന്നുണ്ടോ? എന്ന് വെച്ച് സത്യമായ ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൂടുന്നില്ല, ഉണ്ടാകണം. അതിനുള്ള ഉൾക്കാഴ്ചയോടെയാണ് TCLJC പ്രവർത്തിക്കുന്നത്. എവിടെയും മാനുഷിക ഉപദേശങ്ങളും ക്രമവിരുദ്ധമായ കാര്യങ്ങളുമേ കാണാനുള്ളൂ. അതിനൊരു മാറ്റം അനിവാര്യമാണ് എന്ന് TCLJC വിശ്വസിക്കുന്നു. സഭ യേശുക്രിസ്തുവിന്റെ ആത്മീയ ശരീരമാകയാൽ അതിൽ യാതൊരുവിധ ഭിന്നതയോ വേർതിരിവോ ഉണ്ടാകുവാൻ പാടില്ല. സഭ ക്രിസ്തുവിന്റെ ആത്മീയ ശരീരമാണ്. യഥാർത്ഥ സത്യസഭ പിശാചിന്റെ തകർക്കപ്പെടുവാൻ കഴിയുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുള്ള സഭകളിൽ ശക്തിയേറിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സഭ ആദായ മാർഗമായും വ്യക്തിയാധിഷ്ഠിതമായും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. സഭ എത്ര ചെറിയ കൂട്ടായ്മ ആയിക്കൊള്ളട്ടെ, ഉപദേശങ്ങളിൽ വിശുദ്ധി സൂക്ഷിക്കാത്ത ധാരാളമായ ആളുകൾ ആണ് ഇന്ന് സഭയുടെ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകാതെ വ്യക്തമായി ഓർത്തിരിക്കണമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ ഈ സത്യമായ സഭ യഥാർത്ഥ അപ്പസ്തോലിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും അന്യോന്യമുള്ള കൈത്താങ്ങിലും ഐക്യത്തിലും തികഞ്ഞു വരണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭയിൽ സാമ്പത്തികമായോ വർണ്ണാടിസ്ഥാനത്തിലോ വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, ബൗദ്ധികമായ യാതൊരുവിധ കാര്യങ്ങളാലും ഭിന്നത പാടില്ല എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യങ്ങളിൽ TCLJCക്ക് വ്യക്തമായ ദൈവിക ദർശനമുണ്ട്. സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ള സഭാവിശ്വാസികൾ തങ്ങൾക്ക് ദൈവത്താൽ നൽകപ്പെട്ട ഭൗതിക നന്മയിൽ ഒരു പങ്ക് സന്തോഷത്തോടെ, നിർബന്ധത്താലല്ല സ്വമേധയാ കുറവുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയ ഉപദേശത്തിന്റെ ഉദാത്ത മാതൃകയാണ്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ഏക സത്യ ദൈവത്തിലും എഫേസ്യർ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ വിശുദ്ധ പത്രോസിന്റെ കന്നി പ്രസംഗത്തിൽ യെരുസലേമിൽ ആരംഭിച്ച ക്രിസ്തു സഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ അങ്ങനെ തന്നെ കൃത്യവും സത്യസന്ധമായും TCLJC പ്രാമാണിക ഉപദേശമായി പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നു. ബൈബിൾ ഉപദേശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവരല്ല ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ കൂട്ടായ്മ. ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ന്റെ അവസാന വാക്യം വരെ 66 പുസ്തകങ്ങളിലെ മുഴുവൻ വചനങ്ങളും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പരിശുദ്ധ ആത്മനിവേശിതം ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നു. ബൈബിൾ ഉവ എന്ന് പറയുന്ന എന്തും ഉവ എന്നും ഇല്ല എന്ന് പറയുന്ന എന്തും ഇല്ല എന്നും TCLJC പഠിപ്പിക്കുന്നു. ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റിന്റെ ശുശ്രൂഷകർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും ദൈവവചനത്തിനും യോഗ്യമായ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗത്തിന് വരുമാനം കണ്ടെത്തണമെന്ന് TCLJC നിർദ്ദേശിക്കുന്നു.
ശുശ്രൂഷകർ സഭയെ വ്യക്തിഗത വരുമാന സ്രോതസ്സാക്കുവാൻ TCLJC അനുവദിക്കുന്നില്ല. അത് സഭയെ ഛിദ്രിക്കുവാനും സ്വാർത്ഥ ലാഭത്തിന് ഉപയോഗിക്കുവാനും ഇടയായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ പ്രായാധിക്യവും അനാരോഗ്യവും നേരിടുന്ന ശുശ്രൂഷകരെ സപ്പോർട്ട് ചെയ്യുവാൻ TCLJCക്ക് ഉത്തരവാദിത്വവും കടമയുമുണ്ട്. സഭാവിശ്വാസികൾ അവർക്ക് ദൈവം നൽകുന്ന ഭൗതിക നന്മയിൽ ഒരു പങ്ക് കഷ്ടത അനുഭവിക്കുന്ന അർഹരായ ഇതര സഭാംഗങ്ങൾക്കും ശേഷം മറ്റുള്ള അർഹരായവർക്കും സഭയുടെ പ്രവർത്തനങ്ങൾക്കും നൽകുവാൻ ബൈബിൾ ഉപദേശിക്കുന്നു. സന്തോഷത്തോടെ, നിർബന്ധത്താലല്ല, ലോഭമായിട്ടുമല്ല, ഔദാര്യമായും നൽകുവാൻ ദൈവവചനം ആവശ്യപ്പെടുന്നു. അവയുടെ കൃത്യമായതും സത്യസന്ധവുമായ വിനിയോഗവും കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമായി നിർവഹിക്കുവാൻ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സന്നദ്ധരാണ്. യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം, ഔദാര്യം, ബഹുമാനം, അനുസരണം, വിശ്വാസം, പ്രത്യാശ എന്നിവ കൃത്യമായി പാലിക്കുവാൻ TCLJC നിഷ്കർഷിക്കുന്നു. പെന്തക്കോസ്ത് സഭകൾ ശുശ്രൂഷകർക്കും വിശ്വാസികൾക്കും നിഷ്കർഷിച്ചിരിക്കുന്ന ഡ്രസ് കോഡ് പോലെയുള്ള ബാഹ്യമായ വിഷയങ്ങളിൽ അമിത ഊന്നൽ നൽകാതെ യോഗ്യവും വൃത്തിയുമുള്ള വസ്ത്രം ധരിച്ച് വിശ്വാസികൾക്ക് കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി മാനുഷിക കൽപ്പനകൾ ദൈവിക നിയമങ്ങളായി പഠിപ്പിക്കുന്ന പ്രവണത TCLJCക്ക് ഇല്ല. മനുഷ്യ വേലിക്കെട്ടുകൾ കൊണ്ട് ഒരു വ്യക്തിയും ദൈവവചനങ്ങൾ കേൾക്കാൻ കടന്നു വരുന്നത് തടയുന്നത് TCLJC പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും മാനുഷികമായി സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ തിരുത്തിയും അവ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാട്ടാതെയും സ്നേഹത്തിൽ തിരുത്തിയും എല്ലാവരോടും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വർത്തിച്ചും ബഹുമാനിച്ചും മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരായി എണ്ണിയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളർന്ന് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കൈവിടപ്പെട്ടു പോകാതെ വിശുദ്ധി തികച്ച് ജീവിക്കുവാൻ തയ്യാറാകുക. TCLJC ഏതെങ്കിലും വ്യക്തിയാധിഷ്ഠിത സഭയല്ല. സഭയിൽ വ്യക്തി കേന്ദ്രീകൃത അധികാരമോ ഗ്രൂപ്പിസമോ സ്ഥാപിത താല്പര്യമോ TCLJC അനുവദിക്കില്ല. ദൈവവചനത്താൽ ലഭ്യമായ സ്ഥാനങ്ങൾ എഫേസ്യലേഖനം 4:11 പ്രകാരം ഉള്ളവരെങ്കിലും നാമെല്ലാം ക്രിസ്തുവിൽ സഹോദരന്മാരത്രേ. എങ്കിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ട എല്ലാ അധികാരങ്ങളെയും മാനിക്കുവാനും രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുവാനും പൗരന്മാർ എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് TCLJC വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉളവായ ക്രിസ്ത്യാനിറ്റിയുടെ ഇക്കാലത്തെ കൂട്ടായ്മയാണ്. ഏതെങ്കിലും പെന്തക്കോസ്ത് ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, സെവൻത് ഡേ, TPM, യഹോവയുടെ സാക്ഷികൾ, മോർമോൺസ്, മെത്തോഡിസ്റ്റ്, സാൽവേഷൻ ആർമി അതുപോലെ ഉള്ള ഏതെങ്കിലും ഇന്നുള്ള സഭകളുടെ ആശയങ്ങളോ ഉപദേശങ്ങളോ ഏതെങ്കിലും പൗരോഹിത്യ സഭയുടെ ഉപദേശങ്ങളോ ആശയവിശ്വാസധാരയോടോ TCLJC ആഭിമുഖ്യം പുലർത്തുന്നില്ല എന്നും മാത്രമല്ല, വചനവിരുദ്ധമായ അത്തരം വിശ്വാസധാരകളെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. ബൈബിൾ വെളിപ്പെടുത്തുന്ന മുഴുവൻ സത്യങ്ങളും ഉപദേശം, വിശ്വാസം, അപ്പസ്തോലിക പാരമ്പര്യം, വിശ്വാസ പ്രമാണം എന്നിവ മാത്രമാണ് ഞങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നടത്തുന്ന സ്നേഹ കൂട്ടായ്മയിലേക്ക് ജാതി, മത, വർണ്ണ, ഭാഷാ വ്യത്യാസം കൂടാതെ ഏവർക്കും സ്വാഗതവും ക്രിസ്തുവിൽ സ്നേഹവന്ദനവും അറിയിക്കുന്നു. ഈ മാസം, അതായത് അടുത്ത ശനിയും ഞായറും 13, 14 തീയതികളിൽ കോട്ടയത്ത് മാന്നാനത്തുള്ള സെന്റ് തോമസ് ക്രൈസ്തവ ആശ്രമത്തിൽ വെച്ചാണ് ഈ 2 ദിവസത്തെ അപ്പസ്തോലിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആദിമ സഭയുടെ സ്നേഹ കൂട്ടായ്മയിലേക്കുള്ള ഈ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ താമസിച്ച് ഇതിൽ സംബന്ധിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഡോർമെറ്ററി സൗകര്യങ്ങൾ ലഭ്യമാണ്. ഭക്ഷണം നിങ്ങൾക്ക് സൗജന്യമായി നൽകും. ഒരു ദിവസം താമസിക്കേണ്ടുന്നവർ അവരുടെ താമസ ചെലവിലേക്ക് 100 രൂപ നൽകിയാൽ മതിയാകും. രജിസ്ട്രേഷൻ കിറ്റ്, പാഠ്യപുസ്തകം എന്നിവയ്ക്കായി ഒരു 200 രൂപ, ഒരു 300 രൂപ നൽകി നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ മുഴുവൻ ഭക്ഷണ ആവശ്യങ്ങളും സൗജന്യമായി നൽകിക്കൊണ്ട് ഈ സത്യവചനത്തിന്റെ യഥാർത്ഥ കൂട്ടായ്മയിലേക്കും ആരാധനകളിലേക്കും ദൈവവചന സംബന്ധമായ പഠനങ്ങളിലേക്കും ചോദ്യോത്തര കാര്യങ്ങളിലേക്കുമൊക്കെ വെളിച്ചം വീശുന്ന അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ 2 നാൾ
അപ്പോസ്തോലിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഇത് ദൈവത്താൽ ലഭിക്കപ്പെട്ട ഒരവസരമായി കണ്ടുകൊണ്ട് ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ആത്മീയ കൂട്ടായ്മ ക്ഷണിക്കുകയും നിങ്ങളെ സ്നേഹപൂർവ്വം സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.